ഫിസിക്കൽ ബൗണ്ടറി എന്ന് പറയുമ്പം നമുക്ക് അങ്ങോട്ട് ഏതൊരു ബൗണ്ടറി ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. ഒരു കുട്ടിയെ നമുക്ക് അവന്റെ ശരീരത്തിൽ ടച്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പഠിക്കണം, അല്ലെ? ആ ഒരു ബൗണ്ടറി നമ്മൾ അറിയണം. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് എനിക്ക് തല്ലാനോ അടിക്കാനോ കുത്താനോ ഉള്ളതല്ല. അവള് എൻ്റെ പാർട്ട്ണറാണ്, ലൈഫ് പാർട്ട്ണറാണ് എന്നുള്ള ഒരു ബോധം നമ്മൾ പഠിച്ചു വെക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തിരിച്ചു. ഓക്കെ, അതുപോലെ ഇമോഷണൽ ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് ഇമോഷൻസ് ഉണ്ടല്ലേ, നമുക്ക് ദേഷ്യം, നമ്മുടെ സങ്കടം, നമ്മുടെ വിഷമം, ഇതൊക്കെ ഈ ഒരു ഇതിനൊക്കെ ആർക്കും ക്രോസ് ചെയ്യാനുള്ള അവകാശമില്ല, അല്ലെ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ബൗണ്ടറീസ് വെക്കണം. ഈ പ്രശ്നം എൻ്റെ ഉള്ളിലേക്ക് കയറരുത്. ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ, ഇപ്പൊ ഒരാളുടെ ഒരു ക്ലയന്റ് എൻ്റെ അടുത്ത് വന്ന് പറയണേ, മാം ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെയൊക്കെ നടന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യരുത്? അവരോട് ഇമോഷണൽ അറ്റാച്ച് ആകരുത്. അവരോട് അയ്യോ എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ കൂടെ നിന്ന് കരയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു കൗൺസിലർ നിന്ന് അവരുടെ അടുത്ത് ഈ ഒരു പറയുന്ന സമയത്ത് ആ കൗൺസിലർ ഇമോഷണലി അവരായിട്ട് അറ്റാച്ച്ഡ് ആയി പോയാൽ നമ്മൾ അവിടെ ഒരു ബൗണ്ടറി വെക്കണം, അല്ലേ? ആ ഒരു ക്ലയന്റിന്റെ ഇടയിൽ നമുക്ക് ഒരു ബൗണ്ടറി ഉണ്ട്, അല്ലെങ്കിൽ വേറെ വ്യക്തികളുടെ ഇടയിൽ നമുക്ക് ഒരു ബൗണ്ടറി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് വെക്കാം. അവിടെ എന്ത് ചെയ്യുന്നത്? അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പില് സ്നേഹപ്രകടനവും അതുപോലെയുള്ള റൊമാൻസും എല്ലാം എക്സ്പ്രസ് ചെയ്യേണ്ടതും ഈക്വലി രണ്ടുപേരും ഒരുപോലെ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെ? ഈക്വൽ ആണ് രണ്ടുപേർക്കും അതിൻ്റെ ഒരു അവകാശം എന്ന് പറയുന്നത് ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഒരാളിൽ നിന്ന് തന്നെ എപ്പോഴും സ്നേഹം കിട്ടണം. ചിലർ പറയും എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്കത് കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല. ഈ സ്നേഹപ്രകടനം നമുക്കും ആകാം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടതാണ്, അല്ലേ? ഒരാളിൽ നിന്നും മാത്രമുള്ളതല്ല. അതാണ് ഇമോഷണൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ ഒരാളുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്, അത് ഒരു ബൗണ്ടറി ഉണ്ട്. ഒരാൾക്ക് നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരാളല്ല. നമ്മുടെ ഉള്ളിൽ കുറേ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ കുക്കർ പോലെ ചീറ്റി ഉത്തരിപ്പിക്കേണ്ട ആളല്ല ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ അവിടെ ഒരു അതിർവരമ്പ് കീപ്പ് ചെയ്യണം. നമുക്ക് എന്താ അവരോട് പറയാൻ പറ്റും, എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടൈം. നെക്സ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈം ആർക്ക് എപ്പോൾ കൊടുക്കണം, എത്ര നേരം ഒരാളുമായിട്ട് സംസാരിക്കാം, ഈ ഒരു ഇത്ര സമയത്ത്. ഇപ്പം എക്സാമ്പിൾ പറയണേ, ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നു, ഞാനെന്നൊരു വ്യക്തിയാണ്, അല്ലെ? ഞാനൊരു PC ഹെഡ് ആയിരിക്കാം, അതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ എനിക്കൊരു ടൈം ഉണ്ട്. എനിക്കൊരു സൺഡേ എന്ന് പറയുന്ന ആ ഒരു ടൈമിലും രാത്രിയിലും, ഇപ്പൊ പകല് ഞാൻ എഴുന്നേക്കുമ്പോ മാം ഓൺലൈനിലുണ്ട്, 4 മണിക്ക് മാം ഓൺലൈനിലുണ്ട്, മാമിനെ വിളിച്ചേക്കാം, അല്ലെ? എനിക്കൊരു പേഴ്സണൽ ബൗണ്ടറി ഉണ്ട്, അല്ലെ? നിങ്ങൾക്കുണ്ട്. നിങ്ങൾ കാണുന്ന ആ സമയത്തൊക്കെ നിങ്ങൾ രാത്രി 12 മണിക്കൊക്കെ നിങ്ങൾ ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ 10 മണിക്ക് ആർക്കെങ്കിലും? നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, അല്ലേ? ഓക്കെ, അതുപോലെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇതിലാണെങ്കിലും, ഇപ്പൊ നിങ്ങളുടെ മോള് UK വർക്ക് ചെയ്യുന്നു നിൽക്കുക, നിങ്ങൾ ഈ ടൈമിൽ ഒരു പക്ഷെ അവർക്ക് എന്താവും, നൈറ്റ് ആകും. ആ ടൈമിൽ എന്നിട്ട് നിങ്ങൾ അവൾ വിളിക്കുകയാണ്, അവരുടെ ടൈമിന് അവർക്ക് വാല്യൂ ഉണ്ട്. ആ ഒരു ബൗണ്ടറി നിങ്ങൾ കീപ്പ് ചെയ്യണം. അതുപോലെ തിരിച്ചാണെങ്കിലും, അല്ലെ? നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൽ. നമ്മുടെ ക്ലിയർ കൺസെന്റ്. ഇപ്പൊ ഒരാളുടെ ഇത് നമുക്ക് കുറെ ലോസ് ഒക്കെ ഉണ്ട്, അല്ലെ? സെക്ഷലി ലൈംഗികമായിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. അതിന് ഒരാളുടെ കൺസെന്റ് വേണം. അതുപോലെ തന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എല്ലാം നമ്മൾ ആരാണെങ്കിലും അത് ശരിക്ക് അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരാളെ ആ ഒരു രീതിയിൽ സെക്ഷലി അവരുടെ അതിർവരമ്പുകൾ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാപമായിട്ട് അല്ലെങ്കിൽ വളരെ തെറ്റായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പില് അവിടെ ഒരു അതിർവരമ്പുണ്ട്. ഇപ്പൊ ഒരു ഹസ്ബൻഡിന് ഇഷ്ടമില്ലാത്ത ഒരു സമയത്ത് വൈഫ് ചെന്നിട്ട് അവരുമായിട്ട് ഇങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പില് അവർ ഫോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അതിന് പ്രേരിപ്പിക്കാനോ പാടില്ല. അതുപോലെ തന്നെയാണ് അവരുടെ മൂഡുണ്ട്, അല്ലെ? അവരുടെ ഇഷ്ടമുണ്ട്, അനിഷ്ടങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, മാം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഈ റിലേഷൻഷിപ്പിന്റെ സമയത്ത് അവരെന്ത് ചെയ്യുന്ന വെച്ചാല്
ഏതൊരു ടൈം അവരുടെ മൂഡ് നോക്കില്ല, അവരുടെ സമയം നോക്കില്ല, അവരുടെ സിറ്റുവേഷൻ നോക്കില്ല. എങ്ങനത്തെ എത്ര ചിലപ്പോ ഇപ്പൊ ഒരു മരണം നടന്നിട്ടുണ്ടെന്ന് വെക്കുക, ആ മരണം നടന്നിട്ട് അവർ അത്രയും ഇമോഷണൽ ആണെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖമാണ്, അവര് സ്വാഭാവികമായിട്ട് ഒരു അമ്മ തളർന്നു പോകുന്ന ഒരു സമയമാണ് അല്ലെ. ആ എന്തോ ഇമോഷൻ ആവട്ടെ, വെനെവർ ഹി നീഡ് ഇറ്റ്, അദ്ദേഹം ഫോഴ്സ്ഫുള്ളി ഇവരുടെ ഒരു ഇതും നോക്കാതെ ഇവര് അതിനെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, നീ എന്റെ ഭാര്യയാണ്, ഞാൻ നിന്നെ നിക്കാഹ് ചെയ്തതല്ലേ. അപ്പൊ ആ നിക്കാഹ് ചെയ്തു എന്ന് പറയുന്നത് നിന്റെ എനിക്കെപ്പം വേണമെങ്കിലും നിന്നെ യൂസ് ചെയ്യാം, അതിനുള്ള താക്കോലാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു താലി എന്ന് പറയുന്നത്, ഈ മെഹർ എന്ന് പറയുന്നത് അതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോരട്ടെ, ഇതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? നിങ്ങൾക്ക് എന്താണ് ഇതിനോട് പറയാനുള്ളത്? ലൈസൻസ് ആണോ നമ്മുടെ താലിച്ചരട് എന്ന് പറയുന്നത്? ഇദ്ദേഹത്തിന് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു എന്താണ് കൺസെന്റ് ആണോ ഒരു മെഹറിലൂടെ അദ്ദേഹത്തിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ താലിച്ചരടിലൂടെ കൊടുക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. തിരിച്ചു, ഇനി അങ്ങോട്ട് തിരിച്ചാണെങ്കിൽ അതും അല്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, സ്നേഹം വരുമ്പോൾ രണ്ടുപേർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ഇതിലെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന കുറെ ആളുകളുണ്ട്, നമ്മൾ കാണുന്നുണ്ട് അല്ലെ. നമ്മുടെ കേസുകളിലൊക്കെ നമ്മുടെ കുറെ കേസുകൾ കാണുന്നുണ്ട് ഒരുപാട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ നമ്മുടെ ലൈഫിലുള്ള ആ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് നമുക്ക് പോവാൻ അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് വിഷമുണ്ടാക്കുന്നത് അവർക്കും വിഷമുണ്ടാക്കും. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പേഴ്സണൽ സ്പേസിനെ ഞാൻ ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ബോധം നമ്മൾ കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ മാതാപിതാക്കൾ കൊടുക്കണം, മതപാഠശാലകളിൽ കൊടുക്കണം, സ്കൂളുകളിൽ. ഒരു ഒരു വ്യക്തി എന്ന് പറയുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്, അവർക്കൊരു സ്പേസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരു വ്യക്തിയെയും ഇങ്ങനെ ഇരുന്നു കൊണ്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അവരെന്താണ് എന്ന്, അവരേതാണ് എന്ന് അല്ലെ. നമ്മൾ പകലില് മാന്യന്മാരായിട്ട് കാണുന്ന, അല്ലെങ്കിൽ വ്യക്തിയെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല സുന്ദരനും പെർഫെക്റ്റും നല്ല ടിപ് ടോപ്പും മാന്യമായിട്ട് നല്ല നല്ല വ്യക്തികൾ, ഇങ്ങനത്തെ ഒരു പേഴ്സൺ എന്ന് നമ്മൾ പറയുന്ന ആളുകളുടെ ഒക്കെ ഒരു മുഖം മൂടി ഇല്ലാത്ത ആളുകളെ അറിയണമെങ്കിൽ അവരുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും അതറിയാം. അല്ലെങ്കിൽ നമ്മളോടത്ത് നല്ല മാന്യമായിട്ട് നിൽക്കുന്ന ആളുകൾ പലയിടത്തും, പല കുട്ടികളുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റൊരുടെ അടുത്തോ ഒക്കെ മോശമായിട്ട് ഇടപഴകുന്നതായിട്ട് നമ്മൾ അറിയാറുണ്ട്, കേൾക്കാറുണ്ട് ചില ആളുകളെ കുറിച്ച്. അവരെ കുറിച്ച് പറഞ്ഞാല് മറ്റുള്ളവർ വിശ്വസിക്കില്ല എന്നുള്ളത് കൂടിയാണ് സത്യം. ഓക്കെ, അതാണ് നമ്മുടെ സെക്ഷൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള, ആശയവിനിമയം നടത്താനുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്ന ആളോട് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലെ. വെർബൽ ഉണ്ട്, നോൺ വെർബൽ ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കമ്മ്യൂണിക്കേഷന് എന്തുണ്ടാവും, അതിനൊരു അതിർവരമ്പുകളുണ്ട്. നമുക്ക് എത്ര നേരം, ഇപ്പൊ എന്നെ ഒരാൾ ഫോൺ വിളിക്കുകയാണ്, ആ എത്ര നേരം അയാൾക്ക് എന്നോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഏത് വരെ അല്ലെ. ഞാനൊരു വ്യക്തിയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹം എന്റെ ഫ്രണ്ട് ആണെന്ന് വെച്ചിട്ട് എന്തും പറയാം എന്നൊരു രീതിയില്ല. ആ കമ്മ്യൂണിക്കേഷന് അവിടെയും ബൗണ്ടറി ഉണ്ട്. ഇന്ന വാക്കുകളൊക്കെ എന്നോട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഏതൊരു വ്യക്തി, ഇപ്പം എന്റെ താഴെയുള്ള ഒരാളാണ് നോക്കുക, നമ്മുടെ മക്കള് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരി സഹോദരന്മാരാവട്ടെ, കൂട്ടുകാരാവട്ടെ, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാവട്ടെ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സുകൾ ഉണ്ട് അല്ലെ. ആ രീതിയിൽ മാത്രമേ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ അത്രയും ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് അവരോട് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം അല്ലെ. ചില ആളുകള് എന്ത് ചെയ്യാം, ബ്രേക്ക് നഷ്ടപ്പെട്ടവരെ പോലെയാണ് സംസാരിക്കാൻ ഒരാളെ കിട്ടിയാല്.
അദ്ദേഹത്തിന്റെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വാല്യൂ, നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവർക്കും അതുപോലെ അവകാശപ്പെട്ടതാണ്. അവരുടെ സമയത്തെ നമ്മൾ അപഹരിക്കാൻ പാടില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ രീതി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പ്രൊട്ടക്ട് ചെയ്യണം. മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അവരോട് സംസാരിക്കാൻ പാടില്ല, അവരോട് ഇടപഴകാൻ പാടില്ല, അല്ലെ? ഏതൊരു രീതിയിലാണെങ്കിലും. ഇപ്പൊ നമുക്കറിയാം, ഒരാളെ കുറച്ചു നേരം നോക്കി നിന്നാൽ, എത്രയോ സെക്കൻഡ് നേരം ഒരു സ്ത്രീയെ ഇങ്ങനെ നോക്കി നിന്നാൽ പോലും അത്, ഇല്ലേ, തെറ്റാണ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട്. ഒരാളെപ്പോ ഞാനിങ്ങനെ തറച്ചു നോക്കുകയാണ്, ഒന്നും പറയുന്നില്ല, പാടുണ്ടോ ഒരാളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാന്? ചിലപ്പോ ഒരു പക്ഷെ ഈ ഒരു വ്യക്തി ഇയാളെ കുറിച്ചായിരിക്കില്ല ചിന്തിക്കുന്നത്, വേറെ എവിടെയോ ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഒരാളെ തന്നെ ഇങ്ങനെ സ്റ്റെയറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ ഒരാളെ നോക്കി കൊഞ്ഞനം കുത്താൻ പാടുവോ? ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അവരോടൊന്നും പറഞ്ഞിട്ടില്ല, അതിൽ കൊഞ്ഞനം കുത്താൻ പറ്റുമോ? ഇല്ല. എന്താണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ മാത്രം. നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ കുറെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഒരാളെ നമുക്ക് നേടാനും പറ്റും, വളരെ പെട്ടെന്ന് തന്നെ അതിനെ നമ്മളിൽ നിന്ന് വിട്ടുപോകാനും, നമ്മളിൽ നിന്ന് പല ആളുകളും അകന്നു പോകുന്നതിന്റെ ഒരു കാര്യവും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അതില്ലാത്തതുകൊണ്ട്. ഇന്ന് സാറില്ലേ സാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാരാണ് ഈ ചോദിക്കുന്നത്? ഇത് സാറിന്റെ സെഷൻ അല്ലല്ലോ, എന്റെ സെഷൻ അല്ലേ? നിങ്ങൾ വീഡിയോ കണ്ടില്ലായിരുന്നോ? ഇന്ന് എന്റെ ക്ലാസ് ആണ് കേട്ടോ. ഇതൊരു പക്ഷേ സാറിന്റെ ക്ലാസ് കേൾക്കുന്ന, അതായത് ഈ പ്രാവശ്യം നമ്മുടെ മൈൻഡ് മാസ്റ്ററി ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആളായിരിക്കാം. ഇത് നമ്മുടെ മോർണിംഗ് ക്ലാസ് ആണ് കേട്ടോ. മോർണിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡെയിലി നമുക്ക് ഫ്രീ ആയിട്ട് ഉള്ള ക്ലാസ് ആണ്. നിങ്ങളുടെ ക്ലാസ് ഈവനിങ്ങിൽ 7:30 കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ കാര്യം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫിനാൻഷ്യലി. നമുക്കിപ്പോ ഫിനാൻഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ ചിലർ ഇപ്പൊ തന്നെ കരയാൻ തുടങ്ങും. കാരണം എവിടെയുണ്ട് ഫിനാൻഷ്യൽ ബൗണ്ടറീസ്? ഒരു ഹസ്ബൻഡ് പറയുകയാണെങ്കിൽ അദ്ദേഹം കുറേ ഏൺ ചെയ്യുന്നു, ഫുള്ള് ഇങ്ങനെ ചോർന്നു പോകുന്നു. ചില വീട്ടിലെ ചെലവുകൾക്ക് പുറമെ ചില ഭാര്യമാർ എന്ത് ചെയ്യും, അതെടുത്തിട്ട് പിന്നെ ആമസോണിൽ നിന്നും മീഷോയിൽ നിന്നും അങ്ങനെ പല പ്രിന്റേഴ്സിനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഓർഡർ ചെയ്തിട്ട് ഒരുപാട് ക്യാഷുകൾ ഇന്ന് നശിപ്പിക്കുന്ന കുറെ ഭാര്യമാരുണ്ട്. ഓക്കെ, ഇന്നിപ്പോ നമുക്ക് ആ ഒരു സൗകര്യം അവൈലബിൾ ആകുന്നത് കൊണ്ട്, ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ക്യാഷ് അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാര്യമാര്, അവരുടെ എന്തേ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊട്ട സ്വർണ്ണൊക്കെ ആയിട്ട് വന്നിട്ട്, അതൊക്കെ ഇന്നുണ്ടോ കയ്യില്? ഇപ്പൊ കരയാൻ തുടങ്ങും. ഓക്കെ, ഇന്നുണ്ടോ നമ്മുടെ കയ്യിലുണ്ടോന്ന്? എവിടെയൊക്കെ വന്നത്? നമ്മളെയും കൊണ്ട് വന്നു, നമ്മളെ ആ ഒരു അന്ന് മുതൽ തുടങ്ങിയതാണ്, ഇന്ന് വരെ നീർന്നിട്ടില്ല, അല്ലെ? അതുമല്ല, നമ്മള് ഒരു ഇത്രയും സ്വർണ്ണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിലോ, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട്, ഞാൻ ഫാമിലിയിൽ അടി ഉണ്ടാക്കാൻ പറഞ്ഞല്ല കേട്ടോ. നമ്മുടെ വീടായി, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, നമ്മുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഈക്വലി ആണ് കേട്ടോ. അത് വിചാരിച്ചിട്ട് നമ്മൾ എന്ന് പറയുന്ന ഒരു സാധനത്തെ, പണ്ടൊക്കെ കുറെയൊക്കെ മുന്നേ സെയിൽ ചെയ്യായിരുന്നു, ഇപ്പൊ അത് കുറെ മാറിയിട്ടുണ്ട്. ഒരു വീട് ഈ ഒരു സാധനത്തിന് എടുത്താല് നിങ്ങൾക്ക് ഇത്ര കൊട്ട സ്വർണം കിട്ടും, അല്ലെങ്കിൽ ഇത്ര പവൻ സ്വർണവും ഇത്ര ലക്ഷം രൂപയും ഈ കാറും കിട്ടും എന്നുള്ളതാണല്ലേ നമ്മുടെ ഈ ഒരു ആചാരം എന്ന് പറയുന്നത്, അല്ലെ? ഈ സാധനത്തിന് അതാ 18 വയസ്സായിട്ടുണ്ട്, പണ്ടൊക്കെ 13ഉം 12ഒക്കെ വയസ്സ്, 15 വയസ്സൊക്കെ ആയിരുന്നു. ഈ ഒരു സാധനത്തിന് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത്രയും സാധനങ്ങൾ കിട്ടും, അല്ലെ? ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടില് ജോലിക്ക് ഒരാളായി, ഇത്രയും ക്യാഷായി, അല്ലെ? എല്ലാത്തിനും, വീട്ടില് പ്രായം ചെന്നവരെ നോക്കാനും, വീട്ടിലെ കുട്ടികളെ നോക്കാനും, വീട്ടിലെ ജോലി എടുക്കാനും, പറമ്പിലെ ജോലി എടുക്കാനും ഒക്കെ ഇതാ ഒരു സാധനത്തിന് പറഞ്ഞേക്കുന്നു. കൂടെ എന്തുണ്ട്? ഇത്രയും സാധനങ്ങളോടെ ഉണ്ടാ. ആർക്കാ വേണ്ടാതിരിക്കുക, അല്ലെ? അതിന്റെ പുറമെ ഡിമാൻഡാണ്, സുന്ദരി ആയിരിക്കണം, വെളുത്തിരിക്കണം, തുടുത്തിരിക്കണം, അല്ലെ? എന്നിട്ടിപ്പോ എന്തായി? സോറി ട്ടോ, അതൊന്നും പറയാൻ വരുന്നല്ല, അതൊക്കെ ഇങ്ങനെ ഇവിടെ നിങ്ങളെ മുന്നിൽ വരുമ്പോ അങ്ങനെ പറഞ്ഞു പോണാണ്. നഗ്നമായ സത്യങ്ങളാണ്, അല്ലേ? അതുപോലെ ഇത് സത്യമാണെങ്കിൽ വേറൊരു സത്യം കൂടെ ഉണ്ട്. നല്ല പഠിച്ച് നല്ല ജോലി വാങ്ങി, ഗൾഫിലൊക്കെ പോയി നല്ല ജോലി വാങ്ങി, ഒത്തിരി സാലറി ഉള്ള ജോലിയൊക്കെ കിട്ടി,
അത് നാട്ടിലേക്ക് മാത്രം അയച്ചു കൊടുക്കുന്ന, സ്വന്തമായിട്ട് ഒരു കാര്യം ഇല്ലാത്ത കുറെ പ്രവാസികളായിട്ടുള്ള അല്ല ജോലിക്കാരായിട്ടുള്ള ആണുങ്ങളും ഉണ്ട്. ഓക്കെ, രണ്ടും സത്യമാണ് അല്ലെ? കല്യാണം കഴിച്ചു എന്നതിന്റെ പേരില് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട, ജോലി ചെയ്യാൻ മാത്രമായിട്ടുള്ള ഒരാളായിട്ട്, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾക്ക് പണം കൊടുക്കേണ്ട ഒരു വ്യക്തിയായിട്ട് മാത്രം മാറിയിട്ടുള്ള കുറെ ആളുകളും ഉണ്ട് അല്ലെ? രണ്ടും സത്യമാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ചില ആളുകളുണ്ട്, നമ്മളെ കൂട്ടുകാരുടെ കൂടെയൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേ ചിലരെന്ത് ചെയ്യും, ഇതൊക്കെ ഓർഡർ ചെയ്യും, കഴിക്കും. പിന്നെ ചിലരെന്തുണ്ട്, നൈസായിട്ട് അങ്ങ് ക്യൂട്ടാവും. എന്ത് ചെയ്യും, ബില്ല് അവൻ കൊടുക്കട്ടെ. അങ്ങനെ സംഭവിക്കാറില്ലേ? അങ്ങനെ സംഭവിക്കാറില്ല. ചിലപ്പോ അവരെന്ത് ചെയ്യും, നമ്മുടെ കൂടെ വരും, അവരെന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ള നല്ല കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യും. നമ്മൾ എന്ത് വിചാരിക്കും, നമ്മളൊരു മിതമായിട്ടുള്ള എന്തായാലും കൂട്ടുകാരുടെ ഇടയിൽ ലാസ്റ്റ് എന്ത് ചെയ്യും, അത് ഈക്വലി ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാൻ കഴിച്ചത് എന്താണ്, ഞാൻ അൽഫാമും മന്തിയൊക്കെ കഴിച്ചു നിൽക്കാം, നിങ്ങളൊരാൾ സാമ്പാറും ചോറൊക്കെ കഴിച്ചു, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു എനിക്ക് ലൈമും വേറെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും മതി നിൽക്കാം. ഇതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് എന്തുണ്ടാവും, ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഓക്കെ, അതെ, സ്പ്ലിറ്റ് വൈസ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി, അതൊക്കെ ശരിയാണ്. പക്ഷെ അത് ചെയ്യില്ലല്ലോ, ചെയ്യാത്തവരെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഫിനാൻഷ്യലി ഒരു ഇതുണ്ട് അല്ലെ, നമ്മുടെ ബൗണ്ടറീസ് ഉണ്ട്. ഇതാണ് ഫിനാൻഷ്യൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. നമ്മുടെ സാധനം, നമ്മുടെ ക്യാഷ് എന്തിന്, എപ്പോ, എവിടെ ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ബൗണ്ടറി ഉണ്ട്. അവരുടെ ക്യാഷ് എടുത്തിട്ട് ഇത് നിന്റേതല്ലേ എന്ന്, ചില ഭാര്യമാർക്കൊക്കെ അക്കൗണ്ടും സംഭവവും ഇതൊക്കെ ഉണ്ടാവും, ATM എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതൊന്നും അവര് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നീ എന്റെ ഭാര്യയല്ലേ, നിനക്ക് എന്താ ഇപ്പൊ ഇവിടെ കുറവ്? ഭക്ഷണം കിട്ടണില്ലേ? നിനക്ക് വേണ്ടത് കിട്ടണില്ലേ? നിനക്ക് പോകാൻ കാശ് തരുന്നില്ലേ? ഓക്കെ, അങ്ങനെ ഇവരുടെ കയ്യിലായി പോകുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ ഫിനാൻഷ്യലി അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യം ഉപയോഗിക്കാനുള്ളതുണ്ട്. അച്ഛനും അമ്മയുടെയും പിന്നെ പെൻഷൻ പറ്റിയിട്ട് വാങ്ങിച്ച് ജീവിക്കുന്ന ആളുകൾ. നിങ്ങൾക്ക് എന്തിനാ ക്യാഷ്? അല്ല, നിങ്ങൾക്ക് എന്തിനാ ക്യാഷ്? നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒന്നും ഭക്ഷണം തരുന്നില്ല, മരുന്ന് വാങ്ങാൻ കാശ് തരുന്നില്ലേ? അല്ലെ? ഇതുപോലെ പോകുന്ന ആളുകളുണ്ട് അല്ലെ? അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ ബൗണ്ടറി ഉണ്ട്, അതെ, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് ഓരോരുത്തർക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികള് അടുക്കള ജോലി ചെയ്യാന് നിർത്തിയിട്ട് അമ്മമാരുടെ അനുഭവം കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള അയൽക്കാരുടെ അനുഭവം കണ്ടതുകൊണ്ടാണ് ഇന്നത്തെ പെൺകുട്ടികള് ജോലിക്ക് പോകുന്നത്, അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാന്. അത് വേറൊരാളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ മാരേജിന് തയ്യാറാവാത്തത്. അവര് വേറൊരാളുടെ അടിമകളായിട്ട് നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ശരീരത്തിന്റെ ക്യാഷിന്റെ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഉടമകളാകാൻ അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് പെൺകുട്ടികളെ കിട്ടാത്തത്. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്നത് എന്തുകൊണ്ടാ? പെൺകുട്ടികളെ കിട്ടാത്തത് എന്തുകൊണ്ടാ? അപ്പൊ ആർക്കും സ്ത്രീധനം വേണ്ട, ആരെങ്കിലും ഡിമാൻഡ് ചെയ്തിട്ട് പോകുന്നുണ്ട്, എനിക്ക് ഇത്ര ലക്ഷം കിട്ടണം, അടി കിട്ടൂലേ? അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പെൺകുട്ടികളെ കുറ്റം പറയാൻ പറ്റൂല. നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും കുട്ടികള് പാഠം ഉൾക്കൊണ്ടു. ഇന്ന് അവർക്ക് വേണ്ടത് ഫ്രീഡാണ്. നമ്മുടെ കേരളത്തിൽ കിട്ടുന്നില്ല, ഇന്ത്യയിൽ കിട്ടുന്നില്ല, അതുകൊണ്ട് അവര് അവിടെ പോയി അടിച്ചു പൊളിക്കുന്നു. എല്ലാരും അവിടെ മോശമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് എന്നല്ല പറയുന്നത്, അവിടെ നന്നായിട്ട് ജീവിക്കുന്നു, നല്ല വ്യക്തികളായി ജീവിക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ, പിന്നെന്ന് പറയുന്നത് നമ്മുടെ വർക്കാണ്, ജോലിയിടങ്ങളിലുള്ള സ്വാതന്ത്ര്യം. നമുക്ക് അവിടെയും ബൗണ്ടറീസ് ഉണ്ട് അല്ലെ? നമ്മുടെ വർക്ക് പ്ലേസും പേഴ്സണൽ ലൈഫും തമ്മിലുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. അവിടെ ബൗണ്ടറി ഉണ്ട് അല്ലെ? വർക്ക് പ്ലേസിൽ ഇപ്പൊ ഓഫീസിൽ പറയണേ, നീ ഇത്രയും സമയം ജോലി ചെയ്തിട്ട് വീണ്ടും 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 നമ്മൾ കഷ്ടപ്പെടുത്തുകയാണെങ്കിലോ, അല്ലെ? വീണ്ടും വീണ്ടും നമ്മുടെ ഒരു ടൈം ഉണ്ട്, ഈ ടൈം കഴിഞ്ഞാല് ഏതൊരു ജോലിയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഫാമിലി സ്പേസ്. ഇപ്പൊ നമ്മുടെ ഇതില് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, PC സർവീസ് അലോ ചെയ്യുന്നുണ്ട് അല്ലെ? മെന്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ മെന്റേഴ്സിനും എന്തുണ്ട്, അവർക്കൊരു ഫാമിലി ലൈഫ് ഉണ്ട്, അവർക്ക് വർക്ക് ഇതെന്ന് പറഞ്ഞാൽ അവര് നമ്മൾ പറയും നിങ്ങൾക്ക് അവരെ ഏതൊരു ടൈമും അവൈലബിൾ ആണ്. നിങ്ങൾ എന്ന ഒരു വ്യക്തിയെ പോലെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ പോലെ അവർക്കും ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അവർക്കും ഒരു ടൈം ഉണ്ട്, അവരുടെ ടൈമിന് വാല്യൂ ഉണ്ട്. അവരുടെ വർക്ക് എന്ന് പറയുന്നത് വർക്കാണ്
അല്ലേ? നിങ്ങൾക്ക് അവര് PC ആണ്, അല്ലെങ്കിൽ ആരാണ് സർവീസ് ചെയ്യേണ്ട ആളുകളാണെന്ന് വെച്ചിട്ട് അവരുടെ ഫാമിലി ലൈഫ് ഉണ്ട് അല്ലേ? അല്ലേ? അതുപോലെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ബോസ് പറയാണ് ഈ ഒരു സമയത്ത് നീ ജോലി ചെയ്യണം, ഇന്ന സമയത്ത് നീ ഇത് ചെയ്യണം. ഓവർ ടൈം നമുക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു കണ്ടീഷനോട് കൂടി ഓവർ ടൈം നമുക്ക് പേയ്മെന്റ് തരുന്നുണ്ടെങ്കിൽ, അവര് സമ്മതിച്ചാല് അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ കൊണ്ട് ചെയ്യിക്കാം, അവർ ചെയ്യാം. അല്ലാത്ത സമയത്ത് നമ്മൾ കൊടുക്കുന്ന സാലറിയിൽ ഒരു ആളെ വീണ്ടും വീണ്ടും ചെയ്യിക്കുന്നത്, ഇന്ന് നമുക്ക് ബംഗാളികളെ പോലും കിട്ടൂല ഇല്ലേ? അവർക്കൊക്കെ ബംഗാളി എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കുറച്ച് കണ്ടല്ലോ കേട്ടോ, അവരുടെ നാട്ടിൽ അവര് പുലികളാണ്. നമ്മൾ കാണുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒറീസയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവള് പറയാ ഈ ആസാമീസ് ഒക്കെ അവരുടെ നാട്ടിൽ ചെന്നിട്ട് എത്ര നല്ല വീടുകൾ അവിടെ കേരളത്തിൽ വർക്ക് ചെയ്തിട്ട് അവർ കിട്ടിയിരിക്കുന്നതെന്ന്. അതായത് കേരളം എന്ന് പറയുന്നത് അവർക്ക് ശരിക്കും ഗൾഫാണ്. അപ്പൊ ആരാണെങ്കിലും ഏതൊരു നാട് എന്നല്ല, ഇപ്പൊ നമ്മള് സൗദികൾ, ഇപ്പൊ നമ്മളൊരു കുറച്ച് കാണുകയാണെങ്കിലോ, നമ്മുടെ നാട്ടിൽ വരുന്ന വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യണം, അവര് ബഹുമാനിക്കണം. ബംഗാളികൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു പുച്ഛാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ആ വർക്കിന് അവരുടെ ടൈമിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് അതിന് ബൗണ്ടറി സെറ്റ് ചെയ്യണം. നമ്മൾക്ക് ഓവറായിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാനുള്ള ഒരു റൈറ്റും ഇല്ല. അവരുടേതായിട്ടുള്ള വർക്ക് ടൈമിൽ നമുക്ക് അവരെ ജോലി ചെയ്യിക്കാനായിട്ട് പാടുള്ളൂ. അവരുടെ സ്പേസ് നമുക്ക് അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഇന്റലക്ച്വൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അഭിപ്രായം പറയാനുള്ള, നമ്മുടെ വിശ്വാസങ്ങളെ കുറിച്ച്, നമ്മുടെ അഭിപ്രായത്തെ കുറിച്ച് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് ഇന്റലക്ച്വൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജോലി സ്ഥലം എടുക്കുക. നമ്മളെ ജോലി സ്ഥലത്ത് നമുക്ക് ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും, ഈ ഒരു ഐഡിയാസ് ഉണ്ടാവും. അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അല്ലെങ്കിൽ അത് പേടിച്ചിട്ട് എന്നെ പിരിച്ചു വിടുവോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പേടിച്ചിട്ടാണ് ഉള്ളത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇന്റലക്ച്വൽ സ്പേസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ബൗണ്ടറി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കണം എന്നുള്ളതാണ് അല്ലെ? ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാവർക്കും വേണം ഒരു ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഈ കഴുത്ത് എന്താ പറയാ, ശ്വാസം മുട്ടുന്ന പോലെയല്ലേ, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നത് പോലെയാണ്. ഇതെന്ന് പറയുമ്പം എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീടിന് ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ടാവും അല്ലെ? ആ ഗേറ്റ് നമ്മൾ എന്ത് ചെയ്യും, പൂട്ടിയിടും. എന്തിനാ? ആവശ്യമുള്ള ആളുകൾക്ക് വരാൻ വേണ്ടിയിട്ട്, കള്ളന്മാര് വരാതിരിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ള ഉപദ്രവങ്ങൾ നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, വലിയ മൃഗങ്ങളോ മറ്റുള്ളവരോ നമ്മുടെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഗേറ്റ് ക്ലോസ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ മെയിൻ ഡോർ ക്ലോസ് ചെയ്യും അല്ലെ? ഗേറ്റ് ക്ലോസ് ചെയ്ത് ഈ ഡോറും കൂടെ ക്ലോസ് ചെയ്യും. ചിലപ്പോൾ എന്തിനാണ്, അപ്പൊ അത്രയും കൂടെ പുറമേയുള്ള വ്യക്തികൾ കയറാതിരിക്കാം. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റൂമിന്റെ ഡോർ മാത്രം ക്ലോസ് ചെയ്യും. അപ്പൊ എന്താണ്, ആ ഒരു വീട്ടിൽ നിന്ന് ചില വ്യക്തികള് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇല്ല, നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടും. അപ്പൊ എന്റെ റൂമിന്റെ ഡോർ ഞാൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്താണ്, എനിക്ക് പുറത്തുനിന്ന് എന്റെ ക്ലാസ് എടുക്കുമ്പോൾ എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെന്റെ ബൗണ്ടറിയാണ് അല്ലെ? ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ജനലുകൾ ക്ലോസ് ചെയ്യും. എന്തിനാണ്, പുറത്തുള്ള എന്തെങ്കിലും സ്മെല്ലോ അല്ലെങ്കിൽ സൗണ്ടോ വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ഡോറുകൂടെ ക്ലോസ് ചെയ്യും അല്ലെ? അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ബൗണ്ടറീസ് എന്നുള്ളത് അല്ലെ? അങ്ങനെ നമുക്ക് ഓരോ സ്ഥലത്തും ബൗണ്ടറികൾ ആവശ്യമാണ്. അത് നമുക്ക് എങ്ങനെയാണ് ഒരു ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത്? ആദ്യം ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കാട്ടെ, ഞാൻ എപ്പോഴും കുറച്ചൊരു ഇത് ഇങ്ങനെ കൂടുതൽ പറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മുടെ നീഡ്സ് എന്താണ്, വാല്യൂസ് എന്താണ് എന്ന് നമ്മൾ അറിയണം. എന്റെ ആവശ്യം എന്താണ് എന്നുള്ളത് എനിക്കാണ് അറിയാം അല്ലെ? ഞാൻ ഇമോഷണലി ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇപ്പൊ അവര് കയറി ഇങ്ങനെ വന്നിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, എന്റെ ആവശ്യമാണ്, എനിക്ക് ഈ ക്ലാസ്സിലേക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി ഡോർ ക്ലോസ് ചെയ്യണം. അത് ചെയ്യാതെ അവർ കയറി വന്നത് ആരുടേതല്ല, അവരുടെ കുഴപ്പമില്ല, എന്റേതാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നീഡ്സും വാല്യൂസും നമ്മൾ കൊടുക്കണം അല്ലെ? നമുക്ക് തന്നെ നമ്മുടെ നീഡ്സും വാല്യൂസും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് യുവർ ബൗണ്ടറീസ് ക്ലിയർലി. ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ് വരികയാണ്, നമ്മൾ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്,
അപ്പൊ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോ നമ്മൾ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. എന്തൊരു മനുഷ്യൻ, നിങ്ങൾ എന്താണ് ഇത് പറയും, ഞാൻ ഇത്രയും നേരം എന്റെ ജോലി കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ നിന്നപ്പോ നിങ്ങൾ എന്നെ വന്ന് ശല്യപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാം. അതേപോലെ തന്നെ ജോലി കഴിഞ്ഞ് വന്ന ഒരാൾ പറയാണ്, ഓഫീസിൽ നിന്ന് വന്ന ഒരാൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നീ എന്താണ് ഈ പറയുന്നത്, ഞാൻ ഇത്രയും നേരം എന്തൊക്കെയാ ചെയ്തു എന്ന് എനിക്കറിയുന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരോട് ഷൗട്ട് ചെയ്യുന്നതിന് പകരം ആദ്യം തന്നെ നമ്മൾ പറയുന്ന ഞാൻ ഇന്ന് ഒത്തിരി സ്ട്രഗിൾഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഓവർവെൽംഡ് ആണ്, കുറച്ചൊരു സ്ട്രെസ്ഡ് ആണ് ഞാൻ, അല്ലെങ്കിൽ എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് വളരെ നന്നായിട്ട് വളരെ പൊളൈറ്റ് ആയിട്ട് അവരോട് പറയാന്നുള്ളതാണ്. നമ്മുടെ കാര്യം അവരോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഞാൻ പറയും, എന്റെ മക്കൾ ഇവിടെ വരുമ്പോൾ ഞാൻ പറയും, ഉമ്മ ഒന്ന് കുറച്ചു നേരം കിടക്കട്ടെ. ചിലപ്പം നമുക്ക് കുറച്ച് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ നമുക്ക് തോന്നുമല്ലോ, ഒന്ന് റിലാക്സ് ചെയ്താൽ ഞാൻ ഓക്കെ ആവും എന്ന് പറയുമ്പോൾ മക്കളോട് പറയാം, ഞാൻ ഒന്ന് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറയുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും. അല്ലെ, ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് സെറ്റ് എക്സ്പെക്ടേഷൻ. ഇപ്പൊ നമ്മൾ കല്യാണം കഴിക്കുമ്പോഴേക്കേ ഒരുപാട് കുന്നോളം എക്സ്പെക്ടേഷൻ ഉണ്ടാവും അല്ലെ. എന്റെ ഭാര്യ അങ്ങനെ ആവണം, സുന്ദരി ആവണം, ഇങ്ങനെ എനിക്ക് ചെയ്തു തരണം, അങ്ങനെ ചെയ്തു തരണം, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്നെ ടൂർ കൊണ്ടുപോകണം, എന്നോട് ഇങ്ങനെ നല്ല വളരെ സ്നേഹത്തോടെ ഇങ്ങോട്ട് പെരുമാറണം എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ എക്സ്പെക്ടേഷൻ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ എന്താവും, ഇങ്ങനെയൊന്നല്ല വിചാരിച്ചതൊന്ന് പോണത് വേറൊരു റൂട്ടിലേക്ക്, അപ്പൊ ഇങ്ങനെ മുറുമുറുക്കാൻ തുടങ്ങും ഉള്ളില് അല്ലെ. അതിന്റെ പകരം നമ്മൾ ആദ്യം ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ എന്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ ഹസ്ബൻഡ് പറയാണ്, നീ ഇങ്ങനെ നന്നായിട്ട് ഡ്രസ്സ് ധരിച്ച് എന്റെ അടുത്ത് വരുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഇത് പറയാതെ ഭാര്യ വന്നിട്ട് എന്ത് ചെയ്യും, ആ കരി ഇട്ട ആ ഡ്രസ്സും അല്ലെ, ഇപ്പൊ കരിയാകൂല എന്നാലും ആ നനഞ്ഞ് കയ്യിലൊക്കെ തോർത്തിയ ഇല്ലേ, പാത്രം കഴുകിയിട്ട് ആ കൈയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് തോർത്തിച്ച എല്ലാ ആളുകൾക്കൊക്കെ ഉണ്ടാവും ഒരു സ്വഭാവം. അതൊക്കെ ഇട്ടിട്ട് ആ ഉള്ളി മണക്കുന്ന കൈ കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ആക്കിയിട്ട് ഇങ്ങോട്ട് ചെല്ലുമ്പം ഹസ്ബൻഡിന് എന്താവും, ആ ഒരു സ്മെല്ല് തന്നെ ഭയങ്കര വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ പറയാം, ഞാൻ വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യാ, അതിന് കുറച്ച് ഒരു 5 മിനിറ്റ് എടുത്തിട്ട് നീ എൻ്റെ അടുത്ത് വന്നാലും കുഴപ്പമില്ല, ആ കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയിട്ട് എൻ്റെ അടുത്തേക്ക് വരണേ എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെ ആദ്യമൊക്കെ വന്ന് അന്ന് പ്രണയിച്ച കാലത്തൊക്കെ അവള് സുന്ദരിയായിരുന്നു, ഇത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വരുമ്പോഴൊക്കെ ഈ ഒരു വീട്ടിലെ ഒരു ജോലിക്കാരിയുടെ രൂപത്തിലല്ലേ ചെല്ലുന്നത്, അപ്പൊ അവരിലൊരു മടുപ്പ് ഉണ്ടാവാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇവരെന്ത് ചെയ്യും, ഇവിടെ വേറെ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ, കാരണം ഇവർക്ക് ഇവരോടൊരു മടുപ്പ് വരികയാണ് അല്ലെ. അങ്ങനെയൊക്കെ ഉണ്ടാവും. അവിടെ എന്താ വേണ്ടത്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് അല്ലെ, എക്സ്പെക്ടേഷൻസ് തുറന്ന് പറയുക എന്നുള്ളതാണ്. കല്യാണത്തിന്റെ മുന്നേ തന്നെ നിങ്ങൾ ഇതെല്ലാം തുറന്ന് പറയുക. മാരീഡ് ലൈഫിലാണെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും നമ്മൾ എന്താണ്, നിന്നിൽ നിന്ന് ഞാൻ ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എക്സ്പെക്ടേഷൻസ് തുറന്ന് പറയുക. ഓക്കെ. അതേപോലെ തന്നെ റെസ്പെക്ട് അതേഴ്സ് ബൗണ്ടറീസ്. നമുക്കൊരു ബൗണ്ടറി ഉണ്ടെങ്കിൽ അവരുടെ ബൗണ്ടറിയെ റെസ്പെക്ട് ചെയ്യുക. ചിലരുണ്ട്, പിന്നെ നീ എന്റെ ഭാര്യയല്ലേ, നീ ഇപ്പൊ ഞാൻ പറയണ കേട്ടാ മതി, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യ, പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബൗണ്ടറീസ്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലല്ലേ ബൗണ്ടറി അല്ലേ, നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്നോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അല്ല, അവരുടെ ബൗണ്ടറിയെ ഇപ്പൊ പറയാണ്, ഞാൻ ഇന്ന ഓഫീസ് ടൈം അല്ലെങ്കിൽ ചിലർ വർക്ക് ഫ്രം ഹോം ഒക്കെ ഉണ്ടാവും, വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഒരു സമയത്ത് നീ ഇങ്ങോട്ട് വരരുത് എന്നാ ഭാര്യ, പിന്നെ നിങ്ങൾക്ക് എന്താ ഇപ്പൊ ഇതിൽ ഇത്ര കാണിച്ചു കൂട്ടാനുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ നോക്കേണ്ട ആവശ്യമില്ല അല്ലെ. ചില ഭാര്യമാരുണ്ടാവും വർക്ക് ചെയ്യുന്ന വീട്ടിൽ ജോലി വർക്ക് ഫ്രം ഹോം ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഇപ്പൊ നീയല്ലേ എന്ന് പറയും. ചിലർക്ക് അങ്ങനെ ഉണ്ട്, ഒരു പറ്റങ്ങോട്ട് താഴ്ത്തി കളയുന്നത്, നീ ഭാര്യയാണെന്ന് വെച്ചിട്ട് എന്താ ഭരിക്കപ്പെടേണ്ടാവുള്ളൂ അല്ലെ. അങ്ങനത്തെ ഒരു രീതിയിൽ. അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ പിന്നെ നീ എന്താ ഇപ്പൊ കാണിച്ചു കൂട്ടണ്ടേ, എനിക്ക് കാണാൻ പറ്റാത്ത എന്താണ്, അവരുടെ ആ ഒരു സ്പേസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാം. ആരാണെങ്കിലും ആ സ്പേസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളെ ബൗണ്ടറിയെ ആരെങ്കിലും ക്രോസ് ചെയ്യുകയാണെങ്കിൽ നോ പറയേണ്ടടുത്ത് നോ പറയുക. അതൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ആളുകൾ വന്ന് പറഞ്ഞ് കരയാറുണ്ട്, എനിക്ക് ആരെന്ത് എന്നെ ചെയ്താലും എനിക്ക് നോ പറയാൻ പറ്റണില്ല. അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇത് എവിടുന്ന് കിട്ടേണ്ടതാണ്, നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടേണ്ടതാണ് നമ്മുടെ പാരന്റ്സിൽ നിന്ന്. മോനെ നീ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല എന്ന് പറഞ്ഞേക്കണം. അത് നമ്മുടെ വീട്ടിൽ നിന്ന് എന്താണ് പഠിപ്പിക്കുന്നത്, എല്ലാരും വീട്ടിലല്ല കേട്ടോ. ചില വീട്ടിൽ എന്താണ് ചെയ്യുക, അവര് വെറും എന്താ പറയാ, ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഒരിക്കലും നമ്മുടെ റിലീജിയസിൽ അങ്ങനെയല്ല പറയുന്നത്.
കുട്ടികളെ അവരുടേതായിട്ടുള്ള രീതി, കുട്ടികളോട് കരുണ കാണിക്കാനും മുതിർന്നവരെ ബഹുമാനിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അവരുടേതായ സ്പേസ്, ഭാര്യമാർക്കുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് റൂൾസ് അല്ലെങ്കിൽ നിയമങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും മതത്തിന്റെ പേരിൽ, മതത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ് മറ്റുള്ളവരെ പറ്റ ചവിട്ടി അരച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, ചില സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. ഒരിക്കലും അവരങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് എന്തുണ്ടാവില്ല, സെൽഫ് റെസ്പെക്ട് ഉണ്ടാവില്ല. അതുപോലെ അവർക്ക് നോ പറയാനുള്ള കരുത്തുണ്ടാവില്ല. അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ളവരെ നമ്മളോട് ആ ഒരു ഫിസിക്കൽ ബൗണ്ടറി അല്ലെങ്കിൽ ഇമോഷണൽ ബൗണ്ടറീസ് ഒന്നും സെറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ബൗണ്ടറീസ് ക്രോസ് ചെയ്യുമ്പോൾ, ഒരാളിപ്പം ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന സമയത്ത് നോ പറയാൻ അല്ലെങ്കിൽ അതിന് അവിടെ ആക്ഷൻ എടുക്കാൻ പറ്റണം. ഏതൊരു കുട്ടി പറഞ്ഞു, എന്തിനാണ് ഒരു ആൺകുട്ടിയെ മുഖത്തടിച്ചു, എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തിനാണ്, അവൻ എന്റെ ശരീരത്തിൽ ടച്ച് ചെയ്തു, അടിക്കണോ അടിക്കണ്ടേ, നിങ്ങൾ പറ, യെസ് ഓർ നോ പറയൂ, നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഒരു പെൺകുട്ടിയെ ഒരു ബോയ് ടച്ച് അവരുടെ ഒരു കയ്യിലാണ് നോക്കുക, അവർക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഭാഗത്ത് ഒരു ആള് ടച്ച് ചെയ്ത് അടിക്കണോ അടിക്കണ്ടേ? അടിക്കണം, കൊടുക്കണം. കാരണം അത് അവിടെ അത് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ ശരീരത്തില്, ഒരു വലിയ മുതിർന്ന ഒരു ആൺകുട്ടിയാണെങ്കിൽ വേറൊരു ആൺകുട്ടിയുടെ ശരീരത്തില് ടച്ച് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവരെ അടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന സ്പേസിൽ നിങ്ങൾ സ്പർശിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു തരത്തിലാണെങ്കിലും ബൗണ്ടറീസ് നിങ്ങൾ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അത് ക്രോസ് ചെയ്താല് അത് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു നടപടി എടുക്കണം. അത് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഭർത്താവ് ഭാര്യയെ അടിക്കുന്നത്. കാരണം അച്ഛൻ അമ്മയെ തല്ലുന്നത് കണ്ടല്ലേ മോൻ വളർന്നത്. അതുപോലെ തന്നെ ആ ഒരു ഭാര്യ അമ്മയോ ആയിട്ടുള്ള അച്ഛന്റെ ആ ഒരു റിലേഷൻ ഇവര് വാച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഇവർ കാണുന്നത്. അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിലുള്ള അല്ലെങ്കിൽ സിനിമയിൽ നിന്നുള്ള എല്ലാം ഇവർ കണ്ടിട്ട് അതാണ് ഇവരിൽ നിന്ന് ഉണ്ടാവുന്നത്. അപ്പോ അതിനുള്ളൊരു ആക്ഷന് ഉണ്ടാവണം. ഇന്നിപ്പോ നമ്മൾ സ്കൂളിലൊക്കെ ഭയങ്കര നിയമങ്ങളാണ് അല്ലെ. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളില്, നമ്മുടെ വീട്ടില്, നമ്മുടെ സ്കൂളുകളിലും മതപാഠശാലകളിലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തുമ്പോഴാണ് അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. ഒരിക്കലും എനിക്ക് പറയാനുള്ള ഈ ഒരു ചെയ്യുന്ന ആളുകള് അവരുടെ മാത്രം തെറ്റുകൊണ്ടല്ല അത് ചെയ്യുന്നത്. അവരിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, മറ്റുള്ളവരുടെ ബൗണ്ടറീസ് ക്രോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളിൽ മാറ്റം വരുത്തണം. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്ത് പെയിൻ ഉണ്ടാക്കുന്നു, മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്യരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അത്തരം കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാതിരിക്കുക അല്ലെ. എനിക്കെല്ലാം കിട്ടണം, മറ്റുള്ളവർക്ക് ഞാനൊന്നും കൊടുക്കില്ല എന്നുള്ള കാര്യം അല്ലേ. അതെ, ഒരു മണിക്കൂറായത് അറിഞ്ഞില്ല. അതാണ് കുറെ ഞാൻ അറിയാതെ ഞാൻ പറയാനും വിചാരിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ഇവിടെ വരുമ്പോ എനിക്ക് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് ടൈം കുറെ ആയി, നമുക്ക് ചുരുക്കാം. അപ്പൊ നമ്മുടെ ഇതിനെ കൊണ്ടുള്ള, നമ്മളൊരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് ഉപകാരങ്ങള്, നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യൂ, ഞാനിപ്പോ പറയും. എന്തൊക്കെയാണ് നമുക്ക് ഹെൽപ്പ് ഉള്ളത്, ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്? ഉപകാരമല്ലേ ഉണ്ടാവണത്. ഇപ്പൊ ബൗണ്ടറീസ് വേണ്ടാന്ന് പറയുന്നവരൊക്കെ ഇപ്പൊ എന്ത് പറയുന്നു? അതെ, ഫൈറ്റ് ഇല്ലാതെ ഒരു കുടുംബത്തില് കുറേ ഫൈറ്റ് ഇല്ലാതെ പോവും. അവരുടെ സമാധാനം ഉണ്ടാവും, ഫ്രീഡം ഉണ്ടാവും. വെരി ഗുഡ്. അപ്പൊ ഞാൻ ഇനി പറയണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തുണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞാല് നമുക്ക് മെന്റലി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറ്റുക, ഈ അടി കൊണ്ട് ഫ്രീഡം ഇല്ലാതെ ജീവിക്കുന്ന ആൾക്ക് ഒരുപാട് ഡിപ്രഷൻ ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും, ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ആകെ മെന്റലി അവരങ്ങട്ട് എന്താ പറയാ, കർബാനാവും അല്ലെ. അറബിയിൽ പറയുകയാണെങ്കിൽ അവരാകെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും അല്ലെ. അവർക്ക് അവരെ തന്നെ ആ ഒരു ജീവിതത്തെ എങ്ങനെയോ സഹിച്ച് വെറുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവരുടെ സ്ട്രെസ് കുറയാന്, ആൻസൈറ്റി കുറയാന്, കുറ്റബോധം കുറയാനൊക്കെ ഇവർക്ക് എന്തുണ്ടാകും, നമുക്ക് എപ്പോഴും ഒരു ഖേദമായിരിക്കും. അയ്യോ, ഇങ്ങനെ പോയല്ലോ എന്റെ ലൈഫ്, ഞാൻ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നൊക്കെ നല്ലൊരു തോട്ടിൽ പോവില്ലേ. പിന്നെ അതുപോലെ തന്നെയാണ് സെൽഫ് റെസ്പെക്ട് ഉണ്ടാവും. എനിക്കൊരു വിലയുണ്ട്, എന്റെ ഒരു വേർത്ത്ഫുൾനെസ് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ എന്താ, അയ്യോ എന്തിനാ, എന്നെ ഒന്നിനും കൊള്ളൂല,
എനിക്ക് ഒന്നിനും ഇല്ലേ, ചില ആളുകൾ എന്ത് ചെയ്യും, നമ്മളെ വന്ന് ഇതാക്കിയിട്ട് പോകുമ്പോൾ, നമ്മൾ ഇമോഷണലി ഫിസിക്കലി ഒക്കെ ഡിസ്റ്റർബ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അവർ ചെയ്തു പോയെങ്കിലും ഇല്ലേ, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു പ്രൊഡക്റ്റ് ആണ്. അയ്യോ എന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ സഫർ ചെയ്തല്ലോ, ഇപ്പോഴും ഞാൻ ഇതൊക്കെ എങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഖേദം നമ്മളിൽ നിന്ന് മാറിപ്പോവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റോട് കൂടി നമ്മളോട് തന്നെ റെസ്പെക്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റും അല്ലെ. മറ്റുള്ളവരോട് നമുക്ക് നമ്മുടെ കോൺഫിഡന്റ് ആയിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്ട് വേണം. അങ്ങനെ ഒരു റെസ്പെക്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഇത് വീക്ക് ആക്കല്ല, സ്ട്രോങ് ആക്കാണ്. നമ്മൾ എത്ര മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കുന്നു അത്ര നമ്മുടെ ബന്ധത്തിനെ അത് സുദൃഢമാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരിൽ ഒരു വിശ്വാസം കൂടും. അപ്പോൾ നമ്മുടെ വൈഫ് കയറി വരുമ്പോ തന്നെ ഇങ്ങനെ ഒരു എന്നാ ഓക്കെ നിങ്ങൾ വിശ്രമിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ ഡിസ്റ്റർബ് ചെയ്യണില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ വൈഫിനെ പരിഗണിക്കുന്ന ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ, അവരുടെ സ്പേസ് കൊടുക്കുന്ന ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ, അപ്പോൾ അവിടെ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആണെങ്കിൽ, ഒരു ബോസ് ആണെങ്കിൽ, നമുക്ക് നമ്മളെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന, ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന ഒരു ബോസ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യുക, ട്രസ്റ്റ് ആണ് ഉണ്ടാവുക, അവര് കൂടുതൽ വിശ്വാസം ഉണ്ടാവും. അതുപോലെ അവിടെ ആ ഒരു കണക്ഷന് ഡീപ്പ് ആവും അല്ലെ, അവിടെ കൂടുതൽ ഇന്റിമസി ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു കൂടുതലായിട്ടും സെൽഫ് അവയർനെസ് ഉണ്ടാവും, നമ്മളിൽ തന്നെ അവബോധം ഉണ്ടാവും. നമ്മുടെ ആവശ്യങ്ങളെ അറിയാനും അതിനെ അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് സഹായിക്കുന്നതാണ് നമ്മുടെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് അല്ലേ. അതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഒരാൾ എനിക്ക് ബൗണ്ടറി ഉണ്ടെങ്കിൽ അവർക്കും ബൗണ്ടറി ഉണ്ട് അല്ലേ. ആ ഒരു റിയലൈസേഷൻ നമ്മൾ അറിയുക എന്നുള്ളതാണ്, നമ്മൾ മനസ്സിലാക്കുക. എല്ലാവർക്കും ബൗണ്ടറീസ് ആവശ്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എ ലാക്ക് ഓഫ് ബൗണ്ടറീസ് ഇൻവൈസ് ലാക്ക് ഓഫ് റെസ്പെക്ട് എന്നാണ് പറയുന്നത്. ബൗണ്ടറീസ് ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാകും, റെസ്പെക്ട് ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ പറയും നീ എൻ്റെ ഭാര്യയല്ലേ, നീ എന്നെ അനുസരിക്കണം. അല്ല, അവിടെ ഭാര്യയ്ക്ക് സ്പേസ് കൊടുക്കുമ്പോഴാണ് നിങ്ങളോടുള്ള സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ കൂടുക. അതേപോലെ തന്നെ ഭാര്യമാര് തിരിച്ചു. അതുപോലെ തന്നെ വർക്ക് പ്ലേസിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ മക്കളുടെ അടുത്താണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഓൾ. നമ്മുടെ ടൈം കുറച്ച് കൂടുതൽ പോയിട്ടുണ്ട്. ഇനിയും പറയാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോയിന്റ്സ് ഒക്കെ കട്ട് ചെയ്തതാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങളുടെ പോയിന്റ്സുകൾ പോരട്ടെ. അപ്പൊ നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് വന്നിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പറയുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ ഈ കോഴ്സിലേക്ക്, നമ്മുടെ EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇടുക. കാരണം നമ്മുടെ ഈ ഒരു കോഴ്സിലൂടെ ക്ലാസ്സിലൂടെ ഒരുപാട് ആളുകൾക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ക്ലാസ്സിൽ കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരവരിൽ മാറ്റം ഉണ്ടാവും. നമ്മുടെ വൈഫിനെ നമ്മൾ മാറ്റുന്നതിനേക്കാളും ഹസ്ബൻഡിനെ മാറ്റുന്നതിനേക്കാളും അവരവരിൽ മാറ്റം ഉണ്ടാക്കി മ്യൂച്വലി റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരുടെ സ്പേസ് അവർക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മൾ അവരെയും നമ്മളെയും മനസ്സിലാക്കാൻ, നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് വേണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ EFTയിലെ ഇമോഷൻ ഫ്രീഡം ടെക്നിക്ക് എന്ന ഈ ഒരു റഫീഖ് സാറിന്റെ ഈ ഒരു പ്രാക്ടീസിലൂടെ, ഈ ഒരു തെറാപ്പിയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് നിങ്ങളുടെ ഫാമിലി ലൈഫിലും കരിയറിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫീഡ്ബാക്ക് സെഷനിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ, ദിലീപ് സർ പറയൂ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. രാവിലെ മാം വിളിച്ചപ്പോൾ ഞാൻ ഫോണിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഫോണിന്റെ അടുത്തുനിന്ന് നമ്മുടെ ഒരു കേൾവിയുടെ ഒരു പരിധി വരെ നമ്മൾ നിൽക്കത്തുള്ളൂ. അതിനിപ്പുറത്തോട്ട് നമ്മൾ ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്. ഇപ്പൊ 8 മാസം കഴിഞ്ഞിരിക്കുന്നു. 8 മാസത്തിനപ്പുറം ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റങ്ങളാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ബൗണ്ടറികൾ സെറ്റ് ചെയ്ത് ബൗണ്ടറികൾ ഓരോ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെതായ മാറ്റങ്ങൾ എൻ്റെ വീട്ടിൽ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ രാവിലെ മെഡിറ്റേഷൻ എടുത്ത റഫീഖ് സാറിന് നന്ദി. പിന്നെ അതേപോലെ തന്നെ മാമിന് നന്ദി. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഫാമിലിക്ക് വേണ്ട വിധം ക്ലാസ് എടുത്തിട്ടുണ്ട്.
എന്നെനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. അതേപോലെ തന്നെ എല്ലാവരും ഇത് കേൾക്കുക മാത്രമല്ല ചെയ്യുക, അതിനു വേണ്ടിയൊക്കെ നമ്മൾ പരിശ്രമിക്കുകയും വേണം. പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഫലം ഉണ്ടാകത്തുള്ളൂ. അത് 100-ൽ 100% തെളിയിച്ചൊരു വ്യക്തി എന്ന് തന്നെ ഞാൻ പറയും. എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒരുപാട് ഞാൻ ഇതില് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടിന്റെ ഫലം എനിക്ക് ഓരോ നിമിഷവും എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിൽ നല്ലപോലെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. സന്തോഷം, സമാധാനം, സ്നേഹം. ഇത് 3ഉം ഞാൻ ഓരോ മനുഷ്യനും തേടി നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ അത് നേടിയെടുത്തു എന്ന് തന്നെ പറയണം. അതാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം. അതിൽ ഞാൻ എന്നോട് തന്നെ കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്റെ റഫീഖ് സർ, ദിവ്യ മാം, പിന്നെ അതേപോലെ മാം, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ PCI ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേര് എടുത്തു പറയുന്നില്ല എങ്കിലും എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു. പിന്നെ അതേപോലെ തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആരുണ്ടെങ്കിലും ഒരു തീരുമാനത്തിന് കാത്തു നിൽക്കേണ്ട, ആരുടെയും തീരുമാനത്തിന് കാത്തു നിൽക്കേണ്ട. നമ്മളുടെ ഈ നിമിഷമാണ് നല്ല നിമിഷം. ആ നിമിഷത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുക, EFTയിലേക്ക് ജോയിൻ ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി. ഇന്നത്തെ ക്ലാസ് ഓക്കെ, താങ്ക് യു സോ മച്ച് ദിലീപ് സർ. ഒരുപാട് നന്ദി. ഓക്കെ, രാജലക്ഷ്മി മാം. Good morning, ma'am. ഗുഡ് മോർണിംഗ്. Good morning, all. Thank God, thank universe. എനിക്ക് പറയാൻ തുടങ്ങിയ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഞാൻ പറയും. സത്യം പറഞ്ഞാൽ മാം പറഞ്ഞ 100-ന് 150% അനുഭവിച്ച വ്യക്തിയാണ്. നമുക്ക് ഈ ബഹുമാനം കിട്ടണമെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങാൻ പറ്റത്തില്ല. മറ്റുള്ള അവരിങ്ങോട്ട് എങ്ങനെ നമ്മളോട് പെരുമാറുന്നതനുസരിച്ച് നമുക്ക് അവർക്ക് ബഹുമാനം. അത് മക്കളായാലും ശരിയാണ്, അവർക്ക് അവരുടേതായ സ്പേസ് കൊടുത്തില്ലെങ്കിൽ പിന്നെ പേടിച്ചിട്ട് അവർ മിണ്ടാതിരിക്കുന്നല്ലാതെ ഒരു ബഹുമാനവും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾക്ക് ആഗ്രഹമുണ്ടോ അതുപോലെ വേണം നമ്മൾ മറ്റൊരാളോട് പെരുമാറാൻ. അതൊക്കെ ഞാൻ പലവട്ടവും പലരോടും പറഞ്ഞിട്ടുള്ളതാണ്. ഒത്തിരി സത്യം പറഞ്ഞാൽ എനിക്ക് 2018 കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഫ്രീഡം. 1947 ഞാൻ പറയും. 10, 28, 29 വർഷം അനുഭവിച്ചത് ഈ പറഞ്ഞതിനൊക്കെ അപ്പുറം. പഠിപ്പിക്കാന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചു, അത് നടന്നില്ല. പിന്നെ അനുഭവിച്ചതൊന്നും സിനിമാ കഥയെ വെല്ലുന്ന കഥകളാണ്. ഇപ്പം ഞാൻ ഒരുപാട് ബ്ലെസ്ഡാണ്, ഹാപ്പിയാണ്, സ്വാതന്ത്ര്യമുണ്ട്, സമാധാനമുണ്ട്. ഉള്ളത് കൊണ്ട് ഓണം പോലെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പറഞ്ഞാൽ തീരാത്ത ബ്ലെസ്സിങ്സ് ആണ് എനിക്ക് EFTയിൽ വന്നതോടുകൂടി കിട്ടിയത്. അത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഓർത്തപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ പെട്ടെന്ന് നിയന്ത്രിച്ചു പിടിച്ചു. സത്യം ഒരുപാട് ഈ കേട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിശേഷം ഈ വിവാഹം കഴിക്കാത്തവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഒരുപാട് പ്രയോജനപ്പെടും. കഴിഞ്ഞ 3 ദിവസം മുന്നേ ജലീൽ സാറാന്ന് തോന്നുന്നു പറഞ്ഞു ഭാര്യയെ വേലക്കാരിയായിട്ട് കാണരുത്. സത്യമാണത്. ജലീൽ സാറാന്നാണ് എൻ്റെ ഓർമ്മ. അവർക്ക് അവരുടേതായ ഒരു സ്പേസും ബഹുമാനവും കൊടുക്കുമ്പോൾ ഞാൻ ഒരു കുടുംബത്തെ ഒരു സ്ത്രീയും അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഫാമിലിയായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെ ഹസ്ബൻഡിനോട് സംസാരിക്കാൻ താല്പര്യപ്പെടത്തുള്ളൂ. അതിന് യാതൊരു റിപ്ലൈ ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തുവാണ് അവിടെ സ്ഥാനം? അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും EFTയിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ പ്രശ്നത്തെ നമുക്ക് മനസ്സിലാക്കാനും നമ്മളെ സ്നേഹിക്കാനും. സ്ത്രീകളുടെ എല്ലാം വിചാരം മറ്റുള്ള ഭർത്താവിനെയും മക്കളെയും അവരുടെ കുടുംബക്കാരെയും സ്നേഹിക്കുന്നതാണ് അവരുടെ പുണ്യം, അല്ലെങ്കിൽ അത് നല്ലതാണ്, അങ്ങനെയാണ് കണ്ടു വളരുന്നത്. പക്ഷെ അതൊന്നുമല്ല. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കണം. അപ്പോഴാണ് നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്നു തുടങ്ങും. ഒരുപാട് നന്ദി മാം. കാരണം ഇതിനകത്ത് കിട്ടുന്ന ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എവിടെ പോയി എത്ര കോടി കൊടുത്താലും കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ അവരുടെ സന്തോഷവും സമാധാനവും ആരോഗ്യം കണ്ടെത്തണം, ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഏക പ്ലാറ്റ്ഫോമാണ് EFT. എല്ലാവരും ഈ ഫീസ് എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നത്, നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ ഹീൽ ചെയ്യാൻ കൗൺസിലിങ്ങിനും അസുഖം ചികിത്സിക്കാനും ഒക്കെ പോയി എത്രയോ ലക്ഷങ്ങൾ നമ്മൾ ചെലവാക്കുന്നു. അതിന്റെ 1% പോലും ഇല്ല ഈ ഫീസ്. അതുകൊണ്ട് ദയവേദി കേൾക്കിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ EFTയിൽ നമ്മുടെ സമയം ഞാൻ ഓവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ചുരുക്കി പറയണേ. താങ്ക് യു സോ മച്ച്. സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മുടെ എക്സ്പീരിയൻസ് പറയുമ്പോ അതങ്ങനെ നീണ്ടുപോകും. ശരിയാണ്. എല്ലാവരും EFTയിൽ ജോയിൻ ചെയ്യുക, സന്തോഷമായിട്ട് ജീവിക്കുക, സമാധാനമായിട്ട് ജീവിക്കുക. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു റഫീഖ് സാർ. എല്ലാ PCSനും ഹൃദയം തൊട്ട് നന്ദി പറയുന്നു. ഒരുപാട് താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് രാജലക്ഷ്മി മാം. ഇനിയും ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നമ്മുടെ കോഴ്സിൽ ചേർന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ ഒരു വ്യക്തിയാണ് നമ്മുടെ രാജലക്ഷ്മി മാം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. അഫ്സത്ത് മാം.
അഫ്സത്ത് മാം കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യൂ. വീഡിയോയിൽ വരൂ കേട്ടോ. അതെ അതെ, നിങ്ങൾക്ക് ആരാണോ ഈ ക്ലാസിന്റെ ലിങ്ക് അയച്ചു തന്നത് അവരെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അഫ്സത്ത് മാം അൺമ്യൂട്ട് ചെയ്യുന്നില്ലേ? നമുക്ക് കുഞ്ഞു മൊയ്തീൻ സാറിന് കൊടുക്കാം. മൊയ്തീൻ സാർ അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ, കുഞ്ഞു മൊയ്തീൻ സാർ കേൾക്കുന്നുണ്ടോ? ഹലോ, അഫ്സത്ത് മാം ഇല്ല. കുഞ്ഞു മൊയ്തീൻ സാർ അവിടെ പോയി? ഓക്കെ, ജസീല മാം അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ ഹലോ മാം. ജസീല മാം പറഞ്ഞോളൂ. ഞാൻ EFTയിൽ വന്ന ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാം. അടിമുടി മാറി. എല്ലാ ക്ലാസ്സും ഞാൻ കേൾക്കാറുണ്ട് രാവിലെ. ക്ലാസ് കേൾക്കാനനുസരിച്ച് എനിക്ക് കൂടുതൽ അവബോധം വരികയും എന്റെ ജീവിതത്തിലും എന്റെ ഫാമിലി ലൈഫിലും എന്റെ റിലേഷൻസിലും ജോലിയിലും നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു മാം. ഇനി ഒരുപാട് മാറ്റങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. കൺഗ്രാചുലേഷൻസ്. ജസീല മാമിന് വീഡിയോയിൽ വരണേ. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മാത്രം ഒന്ന് വീഡിയോയിൽ വന്നിട്ട് പിന്നെ പോയാലും കുഴപ്പമില്ല, എത്ര തിരക്കാണെങ്കിലും. ഓക്കെ ഓക്കെ, ഹഫ്സത്ത് മാം അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ, വീഡിയോയിൽ വരുമോ? ഹലോ, അറിയോ? ഹഫീദിന്റെ അമ്മേനെ സംസാരിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയിച്ചിരിക്കണ. സൗണ്ട് കുറവുണ്ട്. എക്കോ വരുന്നുണ്ട്. നിങ്ങൾ രണ്ട് ഡിവൈസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അടുത്ത് ക്ലാസ് ഞാനൊരാളെ ആണോ? എല്ലാം കൊണ്ട് വിജയിച്ച് വരുന്നുണ്ട്. കൺഗ്രാചുലേഷൻ. എല്ലാം ഒരു വിധക്കായി. മകനും ജോലിക്ക് പോയി. മകൻ ആരാന്നറിയോ? ഹഫീദ്. ഹഫീദ് വിജയിച്ച് വരുന്നുണ്ട്. കാട്ടന്റെ കടയ്ക്ക് പോയിക്കണ്. കച്ചവടം ഒന്ന് വിജയിക്കും. കുറവുണ്ട്. മൊബൈൽ അപ്പൊ ഓർക്ക് കടയ്ക്ക് പോയിക്കണ്. ഒരു കട ഇട്ടേക്കണ്. അത് വിജയിച്ചെന്നുള്ള സമാധാനത്തിൽ നിൽക്കുകയാണ് ഞാന്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി ഞങ്ങള് ഫാമിലി എല്ലാവരും ഇതിലുണ്ട്. എളാമാരൊക്കെ ഓള് ചേർക്കുന്നുണ്ട്. മകള് ഒരെളാമാനെ ചേർത്തിക്കണ്. ഒരെളാമാന്റെ മോള് ചേരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വിജയം തന്നെ. താങ്ക് യു. നന്ദി. ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളെല്ലാരും ക്ലാസ് കൊണ്ടും നല്ല മെച്ചമുണ്ട്. ഒരാളായിട്ട് എല്ലാരും ക്ലാസ് കൊണ്ടുവന്ന് കേട്ട ക്ലാസ് ഒക്കെ നല്ല റാഹത്ത്. കേൾക്കുന്നതിന് നമുക്ക് പിന്നെ കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. നന്ദി. താങ്ക് യു. അപ്പൊ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, വരണം കേട്ടോ. ഇനി ഇതുപോലെ വരണം കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നെക്സ്റ്റ് കുഞ്ഞുമതി സാർ പോയോ? ഓക്കെ, ജസീല മാം സംസാരിച്ചല്ലേ? സൽമാൻ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? ഹലോ, അൺമ്യൂട്ട് ചെയ്യൂ സൽമാൻ.
സൽമാൻ അൺമ്യൂട്ട് സൂപ്പർ. ചെയ്തോളൂ. സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ക്ലാസ് അടിപൊളി, സൂപ്പർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഷർഫിയ മാം. ഗുഡ് മോർണിംഗ് മാം. താങ്ക് ഗുഡ് യു മോർണിംഗ്. മാം. മാമിന്റെ ബന്ധങ്ങളിൽ അതിർവരമ്പുകൾ തീർക്കാം എന്ന ടോപ്പിക് അടിപൊളിയായി. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ മാമിന് കുറച്ചും കൂടി ഇതിൽ പറയാനുണ്ടാവുമായിരിക്കും. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ലൊരു ടോപ്പിക്ക് മാം. ഒരുപാട് ഫാമിലിയിൽ കാണുന്ന ഇഷ്യൂസ് ആണ്. അൽഹംദുലില്ലാ എനിക്ക് ഈ സ്വാതന്ത്ര്യങ്ങളും സന്തോഷവും പരിഗണനയും ഒക്കെ കിട്ടിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലി ലൈഫ് വളരെ സന്തോഷത്തിലാണ് അന്ന് മുതൽ ഇന്ന് വരെ. അപ്പൊ പലരുടെയും ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ EFTയില് എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്. അവരുടെ ഫാമിലി ലൈഫ് ഇതുപോലെ ഭയങ്കര മാം പറഞ്ഞ പോലെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ആളാണ്. എന്നുവെച്ചാല് അവരെ ബൗണ്ടറിയിൽ ലൈഫ് സ്പോയിൽ ചെയ്തു എന്ന് വേണം പറയാൻ. ഇപ്പോ EFT ജോയിൻ ചെയ്തതിന് ശേഷം അൽഹംദുലില്ലാ എന്താ പറയാ, വല്ലാത്തൊരു അമേസിങ് റിസൾട്ട് ആണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട് അതില്. അപ്പൊ അതിനെ സഹായിച്ച EFTക്കും EFT ടീമിനും റഫീഖ് സാറിനും ഇതുപോലെ നല്ല അവയർനെസ് തരുന്ന തസ്ലീന മാമിനെ പോലുള്ള PCSന്റെ ക്ലാസ്സുകളൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ഒരുപാട് സന്തോഷം കേട്ടോ. ഈ ഒരു ക്ലാസ് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ്. മാം ഈ ഒരു വിഷയത്തിൽ മാം ഒരു ക്ലാസ് എടുക്കുമോ എന്ന് ചോദിച്ചതാണ്. അപ്പൊ അങ്ങനെയാണ് ഇത് ഞാൻ വിചാരിച്ചിരുന്ന ക്ലാസ് തന്നെ കേട്ടോ. ബൗണ്ടറീസ് ഞാൻ പലപ്പോഴും എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ബൗണ്ടറീസിന്റെ കാര്യങ്ങൾ പറയാറുണ്ട്. എന്നാൽ ഇത് ഇത്രയും ഡീപ്പിൽ തീർച്ചയായിട്ടും ഇത് അവരുടെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഈ ഒരു ടോപ്പിക്കുമായിട്ട് വന്നത്. നമ്മുടെ ഷർഫിയ മാം പറഞ്ഞതുപോലെ എനിക്ക് കൂടുതൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ഇത്രയൊരു ക്ലാസ്സിലൊന്നും പറഞ്ഞാൽ തീരാത്ത അത്ര ഇതുണ്ട്. കാരണം എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ബൗണ്ടറീസ് എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. തീർച്ചയായിട്ടും ഞാനൊരു വേറൊരു ക്ലാസ്സുമായിട്ട് വരും കേട്ടോ. ഓക്കെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സർ. തസ്ലീന മാഡം. ഗുഡ് മോർണിംഗ്. സർ സത്യം വീഡിയോയിൽ വരുമോ? വീഡിയോയിൽ വരണം അല്ലേ? ഓക്കെ. ഞാനേ ഈ സത്യം പറഞ്ഞാൽ ഈ നോയമ്പും ഇതൊക്കെ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഫുൾ ടൈം ഒരു ക്ലാസ് സത്യം പറഞ്ഞാൽ കേട്ടിട്ട് ഇന്നാണ് ആദ്യമായിട്ട് ഒരു ഫുൾ ടൈം ക്ലാസ് കേട്ടത്. വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല ഇത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് തന്നെ കേൾക്കേണ്ട ക്ലാസ് ആണിത് സത്യം പറഞ്ഞ. ഏതായാലും വളരെ നന്നായിട്ട് നല്ല ക്ലാസ് ആയിരുന്നു. രസമായിരുന്നു, എൻജോയബിൾ ആയിരുന്നു. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ തസ്ലീന മാഡത്തിന് വരുന്നു. ആരും കുടുംബാലയത്തിൽ നിന്നും പോകരുത് എന്ന് മുന്നറിയിപ്പ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരുപാട് സന്തോഷം കുഞ്ഞുമതി സർ. ഓക്കെ. സുനീറ മാം ആൻഡ് ജലീൽ സർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കണ്ടു. ആണെന്നില്ലല്ലോ സുനീറ മാം ഉണ്ടോ അവിടെ? സുനീറ മാം ഉണ്ട്, കിച്ചണില് പണിയിലാണ്. എനിക്ക് ഷോപ്പിൽ പോകുമ്പോഴത്തേന് ഭക്ഷണമൊക്കെ ആക്കണ്ടേ. ഓക്കെ. ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് നല്ല ഉപകരിക്കുന്ന ക്ലാസ് തന്നെയാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടാകുന്ന ഫോൾട്ടുകളാണല്ലോ. പക്ഷെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത്. കാരണം ജീവിതത്തിൽ ഒന്നിനും പിശുക്ക് കാണിക്കാറില്ല. കാരണം ഞാൻ മനസ്സമാധാനത്തോടെ ഷോപ്പിൽ പോയി അധ്വാനിച്ച് വരുന്നത് ഇവരിവിടെ മക്കളെ നോക്കുന്ന ഒരൊറ്റ ധൈര്യം കൊണ്ടാണ്. ഒരു സർവന്റിനെ നിർത്തണമെങ്കിൽ എന്തെല്ലാം പണിയുണ്ട്. അപ്പൊ ഇവർക്കുള്ള ഒരു മൂല്യം ഞാൻ കൊടുക്കാറുണ്ട്. അവർക്ക് ആവശ്യം വരുന്ന ക്യാഷ്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം അവർ സ്വന്തം ഇഷ്ടമാണ്. അതിനൊന്നും ഒരു പിശുക്കും ഞാൻ കാണിക്കാറില്ല, ഇതുവരെ കാണിച്ചിട്ടില്ല. എൻ്റെ ഒരു ചെരുപ്പ് കഴുകാനോ എൻ്റെ ഒരു ഡ്രസ്സ് അയൺ ചെയ്യാനോ അവരോട് ഞാൻ പറയാറില്ല. ഞാൻ സ്വന്തം തന്നെയാണ് ചെയ്യാറുള്ളത്. ചെയ്ത് തരായല്ല, ചെയ്യിക്കാറില്ല. ബാക്കിയുള്ള ഒരുപാട് പണി തന്നെ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. മകൾക്ക് അസുഖം കാരണം കൊണ്ടാണല്ലോ ഞങ്ങൾ ഇതിലേക്ക് വന്നത് തന്നെ. ആ സമയത്തുള്ള സ്ട്രെസ്. അപ്പൊ അവരെ കണ്ടറിഞ്ഞ് അവരെ പഠിച്ചതിന് ശേഷം ഓരോ കാര്യങ്ങളും സംസാരിക്കലും പെരുമാറാനുള്ളൂ. എല്ലാ കാര്യത്തിലും മൊത്തത്തിൽ പറയുന്ന ഒരു അവസ്ഥ അങ്ങനെയാണല്ലോ.
ഇന്നത്തെ ക്ലാസ് അത്രമാത്രം ഞങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റി. ഒരുപാട് ഫാൾട്ടുകൾ ഞങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റി. EFT യിൽ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതുപോലുള്ള ഓരോ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാവും. ശരിക്കും ഭാര്യയും ഭർത്താവും ഇരുന്ന് കേൾക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ ഒരാൾ മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. 2 പേര് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരാള് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് തണുപ്പിക്കാൻ കഴിയണമെങ്കിൽ ആ 2 പേരും അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തന്നെ ശരി എന്ന് പറഞ്ഞിട്ടെല്ലാം പിടിച്ചു നിൽക്കുള്ളൂ. ആ EFT ചേർന്ന് കഴിഞ്ഞാൽ നമുക്കതിന് സാധ്യമാവും. കാരണം അതൊരു പ്രത്യേക ഒരു സംഭവമാണ്. അത് ജോയിൻ ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് മനസ്സിലാവില്ല. അത്രമാത്രം ഹാപ്പിയാണ്, സന്തോഷമാണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ജലീൽ സാർ. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ പേര് നോക്കിയേ, സുനീറ ജലീൽ എന്നുള്ള പേര് ജലീൽ സുനീറ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ അവരുടെ ആ ഒരു ഇതില് പലപ്പോഴും ക്ലാസ്സുകൾ ഒരുമിച്ചാണ് കേൾക്കാറുള്ളത്. ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ് നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് ആവശ്യം. ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ അത് ഒരു കല്ലുകടി മാത്രമാണ് അല്ലെ, എന്തോ ഒരു ഭാണ്ഡം പേറി മുന്നോട്ട് ഇങ്ങനെ പോകുന്ന പോലെ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് എൻജോയ് ചെയ്തിട്ട് അത്രയും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഏതൊരു റിലേഷൻ ആണെങ്കിലും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് കുറെ പേർക്ക് നിങ്ങൾ എന്ത് ചെയ്യാ, സെൻഡ് ചെയ്ത് കൊടുക്കുക. ആർക്കാണ് നമ്മുടെ ഒരു ഇതില് നമുക്ക് മാറ്റം വരേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ ഈ തരത്തിലുള്ള നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഫസ്റ്റിലെ കുറച്ച് ഭാഗം റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ഞാൻ ഈ ഒരു ടോപ്പിക്കായിട്ട് ഇനിയും വരും. ഓക്കെ, നമ്മുടെ അടുത്ത എനർജറ്റിക് വോയിസ് വരാൻ പോകുന്നു. വിജു സർ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് ഹലോ. മോർണിംഗ്. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ജീവിതത്തിന്റെ എല്ലാം അതായത് നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നല്ലൊരു ഗുരു ഉണ്ടെങ്കിൽ കൈപിടിച്ച് മുമ്പോട്ട് പോകാൻ നല്ലൊരു ഗുരു ഉള്ളപ്പോ നമുക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. അത് ഇതുപോലുള്ള ക്ലാസ്സുകൾ എല്ലാ മനുഷ്യർക്കും ബെനിഫിറ്റ് ആണ്. അതുപോലെ ഞാൻ ഈ ഒരു ജീവിതത്തിൽ തകർന്നു നിൽക്കുന്ന ഒരു ഫ്രണ്ട്സ് ഉണ്ട്, അവനെ നെഞ്ചോട് ചേർത്തൊരു സ്ത്രീയാണ്, നെഞ്ചോട് ചേർത്ത് അവർക്ക് വേണ്ട പറ്റുന്ന പോലെ സഹായിക്കും. അതുപോലെ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവർ തീർക്കും അവസ്ഥയെന്ന് പറഞ്ഞാൽ തീർക്കും മോശമാണ്. ആത്മഹത്യയുടെ വക്കി വരെ നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഞാൻ അവർക്ക് വേണ്ട എന്നെ പറ്റുന്ന പോലെ ഞാൻ അവരെ സഹായിക്കും. കാരണം ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ അവർ ട്രെയിനോ അല്ലെങ്കിൽ തൂങ്ങോ ഉറപ്പോ അത് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെ അവരെ സഹായിച്ചു. അതുപോലെ തന്നെ അവരോട് ഞാൻ പറഞ്ഞു, താങ്കൾ ഒരിക്കലും വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും അപ്പൊ അതിനകത്ത് നിന്നൊക്കെ കുറെ റിക്കവർ ആയിട്ടുണ്ട്. അതുപോലെ ഈ ക്ലാസ്സുകൾ പരമാവധി ആയിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗുരുവിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ആ ഗുരുവിന്റെ കൃപ അല്ല കാരുണ്യം. കാരണം ഗുരുവിന്റെ കൃപയില്ലാതെ ഇതുപോലുള്ള ക്ലാസ്സുകൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന അതൊരു അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മൂടി വെക്കുക എന്ന് പറയുമ്പോഴത്തേനും മറ്റുള്ളവർക്കത് കൊടുത്തില്ല. കുറെ പേര് നല്ല കുറെ കുരുക്കന്മാരുണ്ട്. പക്ഷെ അവര് ഇതുപോലുള്ള ക്ലാസ് അറിഞ്ഞാൽ തന്നെ അവരൊരിക്കലും പുറത്തോട്ട് റിവ്യൂ ചെയ്യുകയല്ല. എല്ലാത്തിനും നന്ദി ഉണ്ടാവാം സത്യമാവനും, അതുപോലെ രാവിലെയും വൈകിട്ടും മെഡിറ്റേഷൻ തരുന്ന ഓരോ മാമനും, അതുപോലെ എന്റെ PCയായ റുബീന മാമനും ഷാഹിര ഹെയറിനോടും എല്ലാവരോടും എല്ലാ ഫാമിലിയോടും നന്ദി പറയുന്നു മാം. താങ്ക് യു മാം. നന്ദി. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യാണ്. അല്ലാതെ നമ്മളിങ്ങനെ ഒരുപാട് ഓട്ടോ ഓടിക്കുന്നു, ക്യാഷ് കിട്ടുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, അതിനേക്കാളും നമ്മൾ കാരണം ഒരാൾക്ക് ഏതെങ്കിലും ഒരു തരത്തില് അവരുടെ ഒരു സന്തോഷത്തിന്, അവരുടെ പുഞ്ചിരിക്ക് നമ്മൾക്ക് കാരണമാകാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ജന്മത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് അല്ലേ. ഞാനും എൻ്റെ കുട്ടിയോടും ഞാനും തട്ടാനും എൻ്റെ കെട്ടിയവനും ആ ഒരു രീതി വിട്ടിട്ട് അല്ലേ മറ്റുള്ളവരിലേക്ക് കൂടെ കണ്ണ് തുറന്നൊന്ന് നോക്കുക. അപ്പൊ തന്നെ നമ്മൾ കുറെ പരാതികൾ മാറും അല്ലേ. ഓക്കെ, ഹസീന മാം സംസാരിക്കൂ. വീഡിയോയില് വരുവോ? കുറെ നാളായല്ലോ ഹസീന മാമിനെ കണ്ടിട്ട് വീഡിയോയില്. ഇപ്പൊ ലാസ്റ്റ് ഒരു പാട്ട് പാടി പോകുന്നതിന് മുന്നേ വീഡിയോയിൽ വരും. നിങ്ങളെ പാട്ടൊക്കെ കേൾക്കുമ്പോ മറ്റുള്ളവർക്ക് നിന്ന് കാണാനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? കിച്ചണിലായതുകൊണ്ടാണ് എന്നാലും മനസ്സിലായത്. ഓക്കെ, പറയൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. കിച്ചണിലായതുകൊണ്ടാണ് വീഡിയോയിൽ വരാഞ്ഞ്, പക്ഷെ വരണം തോന്നി. പിന്നെ ഞാൻ ഈ സമയമൊക്കെ നല്ലോണം കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു മാം. എന്തെന്ന് വെച്ചാല് ഇത് EFT കിട്ടുന്നതിന് മുമ്പ്
8 മണിയാണ് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ. സുബഹിയൊക്കെ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഒരാഴ്ച നമസ്കരിച്ച ഒരാഴ്ച നമസ്കരിക്കുകയല്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ആരോഗ്യപരമായിട്ട് ഒരുപാട് ഞാൻ ഇതായി പോയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ 4:30 എന്ന് പറയുന്ന സമയം ഉണ്ടെങ്കിൽ എഴുന്നേക്കും. എല്ലാ കാര്യങ്ങളും അതുപോലെ ജോലി ചെയ്യാനൊക്കെ മടിയായിരുന്നു. ഇപ്പൊ നല്ല ആഹാരമൊക്കെ നല്ല രുചിയോടെ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ആരോഗ്യം മെച്ചപ്പെട്ടപ്പോൾ തന്നെ എല്ലാത്തിനും ഒരു സന്തോഷമുണ്ട്. പിന്നെ ബിജു സാറ് പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോൾ നമ്മളെ റബ്ബ് സഹായിക്കും. നമ്മളെ റബ്ബ് നമ്മുടെ വിഷമങ്ങൾ കാണും. അതാണ് എനിക്ക് ഏറ്റവും വലിയ അവരുടെ അടുത്ത് നിന്ന് തിരിച്ച് നമുക്ക് പ്രതീക്ഷിക്കണ്ട. തിരിച്ച് പ്രതീക്ഷിച്ചാൽ നമുക്ക് അതെനിക്ക് തിരിച്ച് പ്രതീക്ഷിച്ച് ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ മോൻ എന്നോട് പറയും, അമ്മച്ചി തിരിച്ച് പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് മോന്റെ ചില വാക്കുകൾ എനിക്ക് ഇപ്പോഴും അവന്റെ സംസാരം എനിക്ക് ഒരു അത് ഞാൻ എൻ്റെ മോനെ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നുകൊണ്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ പാട്ട് പാടാമോ? പാട്ട് പാടുമ്പോ എനിക്ക് വീഡിയോ ഓഫ് ആക്കണേ, അല്ല എനിക്ക് പാടാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാ. മാണിക്യ വീണയുമായി എൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ, വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഹസീന മാം. ഓക്കെ, നല്ല പാട്ട്. അപ്പൊ പലരും പല ഓർമ്മകളിൽ താങ്ക് യു. പോകുന്നുണ്ട്, കൂടെ പാടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ പാട്ട് പാടിയിടുക കേട്ടോ. നിന്ന് പോയ ആ സ്വരങ്ങളൊക്കെ വീണ്ടും പൊടി തട്ടി എടുക്കുക. അല്ലെങ്കിൽ നമ്മളെ നമുക്ക് വേണ്ടിയിട്ടില്ല, നമ്മുടെ സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ നമ്മളെ സൗണ്ടിനെ സ്നേഹിക്കുക. സാജിദ മാം പിന്നെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, 8:30 ആവുന്നു കേട്ടോ. ഓക്കെ, ഒന്ന് ചുരുക്കി സംസാരിക്കട്ടോ സാജിദ മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഇതിൽ വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ എനിക്കൊരാശ്വാസം കിട്ടും. കാരണം നമ്മള് സ്നേഹിക്കുന്ന ആൾക്കാർ EFTയിലാണല്ലോ ഉള്ളത്. സന്തോഷം. ഇതിൽ വരാൻ സാധിച്ചതിന് ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അള്ളാഹുവിനോട് ഞാൻ സ്തുതിക്കുന്നു, സാറിനോടും എല്ലാവരോടും. ഞാൻ വളരെ ഡിപ്രഷൻ ആയിട്ടായിരുന്നു ഇതിൽ വന്നത്. എനിക്ക് ഇതിൽ നിന്നാണ് മാറ്റങ്ങൾ വന്നത്. പിന്നെ ഇന്നത്തെ ക്ലാസ് ഇത് നമുക്ക് ഞാൻ പറയാം, കല്യാണം കഴിക്കാത്ത ആൾക്കാര് പ്രത്യേകമായിട്ട് ഇത് കേൾക്കണം. കാരണം അവിടുന്നാണ് നമ്മൾ ജീവിതം തുടങ്ങുന്നത്. കല്യാണത്തിന് ശേഷമാണല്ലോ പിന്നെ ജീവിതം എന്താണ്. അതിന്റെ മുന്നിപ്പം നിക്കാഹ് അങ്ങനെ കഴിച്ചിരുന്ന സമയത്തൊക്കെ വളരെ സന്തോഷമായിരിക്കും. പിന്നെ ഒരു ഫാമിലി വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ. ഇപ്പൊ എനിക്ക് തന്നെ അറിയാം, ഒരുപാടുണ്ട് അങ്ങനെ. കാരണം പിന്നെ വീട്ടുകാര് ശ്രദ്ധിക്കണില്ല, അതേപോലെ ഭർത്താവ് എന്ത് ചെയ്യാണ്, ഓൾക്ക് സപ്പോർട്ട് നിന്ന് കൊടുക്കുകയാണ്. നമ്മളെന്താണ്, നമ്മളൊരു വേലക്കാരിയെ പോലെയാണ് ചില വീടുകളിൽ കാണുന്നത്. അതല്ല, എല്ലാവർക്കും ഫ്രീഡം കൊടുക്കുമ്പം അവരിലുണ്ടാവുന്ന മക്കൾക്കും അവരെന്ത് ചെയ്യും, ആ സ്വഭാവം അവരിലേക്കും എത്തും. മറ്റേത് ഇവിടെ നിങ്ങൾ ഡിപ്രഷൻ അടിക്കുമ്പോൾ മക്കളോടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആരോടും പറയാത്ത കാര്യങ്ങൾ പിന്നെ മക്കളോട് ദേഷ്യമായിട്ട് ആണ് നമ്മൾ പ്രകടിപ്പിക്കുക. ഏത് രീതിയിലാണ് നമുക്ക് അറിയില്ല. അത് ചിലപ്പം മക്കളോട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല രീതിയിലായിരിക്കും മക്കൾ ചെയ്യണത്, നല്ല ഉഷാറായിരിക്കും. പക്ഷെ നമ്മൾ കാണിക്കണ എന്താണ്, മറ്റുള്ളവരുടെ ദേഷ്യമാണ്. ഈ ഒരു അവസരം, ഈ ഒരു സംഗതി തുടക്കത്തിൽ തന്നെ നമുക്ക് ആ ഫ്രീഡവും സന്തോഷം കിട്ടിയാൽ വളരെ ഹാപ്പി. സമ്പത്ത് ഒരുപാടുണ്ടായി പക്ഷെ നമുക്ക് സമാധാനം കിട്ടൂല. കാരണം ഇതാണ് സ്നേഹം. ഈ സ്നേഹം എന്താണ് അത് പഠിപ്പിക്കണ EFT തന്നെ ഉള്ളൂ, വേറൊന്നുമില്ല. ആയതുകൊണ്ട് ഞാൻ ഒരാൾക്കും കൂടെ ലാസ്റ്റ് ചാൻസ് തന്നാണ്. താങ്ക് യു മാം, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇനിയും ഈ ക്ലാസ്സുകൾ ഇങ്ങനത്തെ ക്ലാസ് കൊടുക്കണം തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് സായിദ മാം. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്, കാരണം നമ്മുടെ ടൈം ഒത്തിരി കടന്നു പോയിട്ടോ. 8:30 ആയി. ഇനി നമ്മൾ ക്ലാസ് വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഈ ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു തരത്തിൽ ബെനിഫിറ്റ് ആയി എങ്കിൽ അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യം നിറഞ്ഞ ഒരു ദിവസമാവട്ടെ എന്നു ആശംസിക്കുന്നു. താങ്ക് യു മാം. ഇതിന്റെ കണ്ടിന്യൂഷൻ വേണം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. നന്ദി മാം. ഗുഡ് മോർണിംഗ് മാം. താങ്ക് യു മാം. നന്ദി മാം. നന്ദി മാം. നന്ദി മാം. താങ്ക് യു മാം.